ഹായ് എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ സന്തോഷകരമായ മുഹൂർത്തങ്ങളുള്ള മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. സത്യഭാമ മാർക്കിടുന്നത് എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുകയാണ്. അന്നേരം അവിടേക്ക് വിഷ്ണു ശാരദാമ്മയും കൂട്ടി വരികയാണ്. അതുകണ്ട് സന്തോഷിക്കുകയാണ് ശാലിനി. ശാലിനിയുടെ കൈ പിടിച്ച് ശാരദാമ്മ ചോദിക്കുകയാണ്, എന്താ മോളെ, എല്ലാം ഓക്കെ അല്ലേ? അമ്മയുടെ കൈപുണ്യം എനിക്കുണ്ടോ? അമ്മ പറഞ്ഞതൊക്കെ ഓർമ്മിച്ച് എന്തൊക്കെയോ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് അമ്മയ്ക്ക് സുഖമില്ലാതായ ടെൻഷൻ വേറൊരു വശത്ത്. ശാരദാമ്മ ശാലിനി ആശ്വസിപ്പിക്കുകയാണ്, പോട്ടെ, എല്ലാം വിധി പോലെ വരും. നമ്മുടെ കുടുംബശ്രീക്കും നമ്മളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർക്കും ഭാഗ്യമുണ്ടെങ്കിൽ ഭാഗ്യം നമ്മളെ തേടി വരും. മേഘ പറയുകയാണ്, ബ്ലൂ ഡയമണ്ട്സിന്റെ കുക്കിംഗ് കോമ്പറ്റീഷന്റെ വിന്നർ കിച്ചണിലെ മഹാറാണി ആരെന്നറിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി. മത്സരഫലം പ്രഖ്യാപിക്കുന്നതിനായി ശ്രീമതി സത്യഭാമയെ ക്ഷണിച്ചുകൊള്ളുന്നു. സത്യഭാമ പറയുകയാണ്, ജയിക്കണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ വിജയ് ഒരാൾ മാത്രമാണ്. വിജയ് കിരീടം ചൂടാൻ ഭാഗ്യം സിദ്ധിച്ച ആ ആൾ ബ്ലൂ ഡയമണ്ട്സിന്റെ കുക്കിംഗ് കോമ്പറ്റീഷന്റെ ട്രോഫിയും പാരിതോഷികമായ 11,11,111 രൂപയും നേടുന്ന കിച്ചണിലെ മഹാറാണി ആരെന്ന് പ്രഖ്യാപിക്കുകയാണ്. എലിമിനേറ്റഡ് ആയ ടീമുകളുടെ പേരുകൾ ആദ്യം പ്രഖ്യാപിക്കുന്നതായിരിക്കും. എലിമിനേറ്റഡ് ആയ ആദ്യ മത്സരാർത്ഥി രാജേശ്വരി ഗോപാലകൃഷ്ണൻ. അത് കേട്ട് ആകെ അന്തിച്ചു നിൽക്കുകയാണ് ബാലചന്ദ്രനും രാജേശ്വരിയും. അടക്കി ചിരിക്കുകയാണ് അന്നേരം വിഷ്ണുവും ദാസനും. സുസ്മിത സന്തോഷിക്കുന്നു. ബാലചന്ദ്രൻ പറയുകയാണ്, ചേച്ചി ചതിച്ചു. ബാലചന്ദ്രൻ എന്നുള്ളിട്ട് രാജേശ്വരി പറയുകയാണ്, നിന്നെ വിശ്വസിച്ച് അതിന്റെ ഫലമാണ് 11 ലക്ഷം കൈവെള്ളയിൽ നിന്നും ചോർന്നു പോയത്. ചേച്ചി അങ്ങ് ഉയരങ്ങളിലേക്ക് എത്തിച്ചല്ലോ, നോക്കിക്കോ. നിനക്ക് 1 മാസം ഭക്ഷണമില്ല വീട്ടിൽ നിന്നും. ചേച്ചി എന്ന് വിളിക്കുമ്പോൾ പോടാ അവിടെ നിന്ന് പറയുകയാണ് രാജേശ്വരി. സുസ്മിത കരുതുകയാണ്, ആന്റി എന്താ ആ ശാരദയെ എലിമിനേറ്റ് ചെയ്യാത്തത്? ഒന്നാം തരം ചാൻസ് ആയിരുന്നു. പിന്നീട് മൈക്ക് മേഘയ്ക്ക് കൈമാറുകയാണ് സത്യഭാമ. മേഘ പറയുകയാണ്, ഇനി മത്സരത്തിൽ 2 പേർ മാത്രമാണ് അവശേഷിക്കുന്നത്, സുസ്മിതയും കുടുംബശ്രീയും. അതിലൊരാളായിരിക്കും ഇന്ന് വിജയ കിരീടം ചൂടുക. സത്യഭാമ പറയുകയാണ്, എല്ലാവരും ക്ഷമിക്കണം. ഈ മത്സരം വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് എനിക്കിപ്പോൾ. സുസ്മിതയ്ക്കും കുടുംബശ്രീക്കും കിട്ടിയിരിക്കുന്നത് ഒരേ മാർക്കുകളാണ്. പക്ഷേ 2 പേർക്കും കൂടി നമുക്ക് 1ാം സ്ഥാനം കൊടുക്കാനാകില്ല. വിജയി ഒന്നേ ഉണ്ടാകാൻ പാടുള്ളൂ. അതുകൊണ്ട് അവസാനമായി ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് വിജയിയെ നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കാം എന്നുള്ളതാണ്. രാജേശ്വരി ചോദിക്കുകയാണ്, പിന്നെയും നറുക്കെടുപ്പോ? സത്യഭാമ പറയുകയാണ്, കുടുംബശ്രീയും സുസ്മിതയും പ്രതിനിധീകരിച്ച് ഓരോരുത്തർക്ക് സ്റ്റേജിലേക്ക് വരാം. അമ്മ ചെല്ല് പോ അമ്മയെന്നും പറഞ്ഞ് ശാരദാമ്മയെ പറഞ്ഞു വിടുകയാണ് ശാലിനി. സുസ്മിതയും സ്റ്റേജിലേക്ക് വരികയാണ്. അതിനുശേഷം 2 പേർക്കും ഓരോ കഷ്ണം പേപ്പർ കൊടുത്തിട്ട് സത്യഭാമ പറയുകയാണ്, സ്വന്തം ടീമിന്റെ പേര് 2 പേർക്കും ഇതിലെഴുതി ബൗളിൽ ഇടാവുന്നതാണ്. ഞറുക്ക് വീഴുന്നത് ആർക്കാണോ അയാളായിരിക്കും മത്സര വിജയി. 2 പേരും പേരുകൾ എഴുതി സത്യഭാമയുടെ കയ്യിലിരിക്കുന്ന ബൗളിലേക്ക് ഇടുകയാണ്. മേഘ പറയുകയാണ്, വിജയി പ്രഖ്യാപിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. എല്ലാവരും കാത്തിരുന്ന ആ വിജയ് ആരാണെന്നറിയാൻ. അതിനുശേഷം സത്യഭാമ ഞറുക്കെടുക്കുകയാണ്. സത്യഭാമ പറയുകയാണ്, ബ്ലൂ ഡയമണ്ട് 2022ന്റെ പാചക മത്സരത്തിലെ വിജയി, കിച്ചണിലെ മഹാറാണി, പ്രൈസ് മണിയായ 11,11,111 രൂപയുടെ അവകാശി. അതേസമയം പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് ശാരദാമ്മയും ശാലിനിയും. ശാരദാമ്മയുടെ കൈ പിടിച്ചുയർത്തി സത്യഭാമ പറയുകയാണ്, കുടുംബശ്രീ ശാരദ, കിച്ചണിലെ മഹാറാണിക്ക് അഭിനന്ദനങ്ങൾ. അന്നേരം കെട്ടിപ്പിടിച്ച് സന്തോഷിക്കുകയാണ് വിഷ്ണുവും ദാസനും. ആകെ ദേഷ്യപ്പെട്ടു നിൽക്കുകയാണ് സുസ്മിത. മോളെ എന്ന് വിളിക്കുകയാണ് ശാരദാമ്മ ശാലിനിയെ. അമ്മയെന്ന് വിളിച്ച് ഓടിച്ചെന്ന ശാലിനി ശാരദാമ്മയെ കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. പ്രൈസ് മണിയും ട്രോഫിയും കൈമാറുന്നതിനായി സത്യഭാമയെ വീണ്ടും ക്ഷണിക്കുന്നു. ഈ സന്തോഷ പ്രകടനവും ആഹ്ലാദങ്ങളും ഒക്കെ കണ്ട് കസേരയിലേക്ക് തളർന്നിരിക്കുകയാണ് രാജേശ്വരി. സത്യഭാമ ട്രോഫി ശാരദാമ്മയ്ക്ക് കൈമാറുകയാണ്. പിന്നീട് ചെക്കും കൈമാറുന്നു. സന്തോഷത്താൽ കണ്ണു നിറയുകയാണ് ശാരദാമ്മയ്ക്ക്. മേഘ പറയുകയാണ്, ഇനി ഈ വിജയത്തിനു പിന്നിലെ രഹസ്യത്തെപ്പറ്റി ശാരദാമ്മ 2 വാക്ക് നമ്മളോട് സംസാരിക്കുന്നതാണ്. ദാസൻ പറയുകയാണ്, ആശാനെ, തൽക്കാലം ഏട്ടത്തിയമ്മയുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? അതെ, തൽക്കാലം രാജേശ്വരിയെ കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു. മൈക്ക് പിടിച്ച് ശാരദാമ്മ പറയുകയാണ്, ഈ വിജയത്തിനു പിന്നിൽ വേറെ രഹസ്യങ്ങളൊന്നും ഇല്ല. ബാക്കിയുള്ളവർക്ക് ഇതൊരു മത്സരമായിരുന്നെങ്കിൽ എനിക്കും എന്റെ മകൾക്കും ഇതൊരു ജീവിതമായിരുന്നു. ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം. ശാരദാമ്മയുടെ കൈ മുറുകെ പിടിച്ചിരിക്കുകയാണ് അന്നേരം ശാലിനി. തന്നെ ഓടിക്കുന്ന സിംഹത്തെ ജയിച്ച് മുയൽ ഓടി ജയിക്കുന്നത് സിംഹത്തിനേക്കാൾ കരുത്തുള്ളത് കൊണ്ടല്ല, മറിച്ച് സിംഹം ഓടുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ മുയൽ ഓടുന്നത് തന്റെ സ്വന്തം ജീവിതത്തിന് വേണ്ടിയുള്ള യാഥാർത്ഥ്യത്തിനാണ്. അപ്പോൾ ഓട്ടത്തിന് വേഗം കൂടും.
ഇവിടെ നിങ്ങളിൽ പലരും എന്നേക്കാൾ മിടുക്കികളായ പാചകക്കാരികളാണെന്ന് അറിയാം. അത് മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സമ്മാനം സ്വീകരിക്കുന്നത്. അത് ഈ വിധം സാധ്യമായതിൽ ദൈവത്തിനോട് നന്ദി പറയുന്നതിനോടൊപ്പം ഈ മത്സരത്തിന്റെ സംഘാടകർക്കും എന്നോടൊപ്പം മത്സരിച്ച എല്ലാവർക്കും ഞാൻ എന്റെ നന്ദി അറിയിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി എന്റെ വയറ്റിൽ പിറന്ന എന്റെ പുണ്യത്തിന് 1,000,000 നന്ദി എന്ന് പറഞ്ഞ് ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ശാരദാമ്മ. ഇത് കേട്ട് എല്ലാവരും സന്തോഷിച്ച് കൈയടിക്കുകയാണ്. ശാരദാമ്മയും ശാലിനിയും കരയുകയാണ്. വിഷ്ണുവിന്റെ കണ്ണും നിറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിൽ ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഗേറ്റിലേക്ക് നോക്കി നടക്കുകയാണ് ശ്യാമ. ശാരിക ചോദിക്കുകയാണ്, എന്താടി നീ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? കോമ്പറ്റീഷന് പോയ അവരെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലല്ലോ ചേച്ചി. റിസൾട്ട് എന്തായെന്ന് അറിഞ്ഞ പോലും ഇല്ലല്ലോ. അന്നേരം ഒരു ഓട്ടോയിൽ അവിടെ എത്തുകയാണ് ശാരദാമ്മയും ശാലിനിയും. ആദ്യം ഓട്ടോയിൽ നിന്നും ശാരദാമ്മ ഇറങ്ങുകയാണ്. പിന്നീട് ശാലിനിയും ഇറങ്ങുന്നു. ശാരിക കരുതുകയാണ്, ഇതെന്താ ഓട്ടോയിൽ, സ്കൂട്ടി എവിടെ പോയി? രണ്ടുപേരും ഒന്നും മിണ്ടാതെ നടന്നു വരികയാണ്. എന്താ അമ്മയെന്ന് ശ്യാമ ഓടിച്ചെന്ന് ചോദിക്കുകയാണ്. ശാരിക പറയുകയാണ്, എന്താ എന്ന് പറയമ്മേ. എന്തായിന്നറിയാതെ ശ്വാസം മുട്ടി നിൽക്കുകയാണ് ഞങ്ങൾ. ഒന്നും പറയാതെ അകത്തേക്ക് കയറുകയാണ് ശാരദാമ്മയും ശാലിനിയും. ഉമ്മറത്തേക്ക് കയറിയിരുന്ന ശേഷം ശാരദാമ്മയുടെ കയ്യിൽ പിടിക്കുകയാണ് ശ്യാമ. അമ്മയെന്നും പറഞ്ഞ് കയ്യിൽ നിന്ന് വിടുപെണ്ണേന്ന് പറയുകയാണ് ശാരദാമ്മ. ഞാൻ 100 വട്ടം പറഞ്ഞതാണ് വെറുതെ നാണം കെടാൻ ഇറങ്ങി തിരിക്കണ്ടെന്ന്. കുടുംബശ്രീ ശാരദ പാചകത്തിൽ വട്ടപൂജ്യമാണെന്നേ നാട്ടുകാർക്ക് മുൻപിൽ തെളിയിച്ചപ്പോൾ എന്റെ മക്കൾക്ക് തൃപ്തിയായല്ലോ. വിഷമിച്ചു നിൽക്കുന്നത് പോലെ അഭിനയിക്കുകയാണ് ശാലിനി. സന്തോഷം എന്ന് പറഞ്ഞ് തൊഴുകയാണ് ശാരദാമ്മ. ശാരിക ചോദിക്കുകയാണ്, എന്തു പറ്റി ശാലിനി, അമ്മ എന്തായി പറയുന്നത്? ശാലിനി പറയുകയാണ്, ആദ്യ റൗണ്ടിൽ തന്നെ നമ്മൾ പൊട്ടി. കോണ്ടിനെന്റൽ ഡിഷസ് ഒക്കെയാണ് നമ്മുടെ അടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞത്. അവിടെ ഈ പാവം കുടുംബശ്രീക്ക് വല്ല രക്ഷയും ഉണ്ടോ? അൽഫാം ഉണ്ടാക്കാനായിരുന്നു ആദ്യത്തെ മത്സരം. അമ്മയാണെങ്കിൽ അതിനെപ്പറ്റി കേട്ടിട്ട് കൂടിയുമില്ല. ശാലിനിയുടെ ഈ വാചക കസർത്തൊക്കെ കണ്ട് കുനിഞ്ഞിരുന്ന് ചിരിക്കുകയാണ് ശാരദാമ്മ. ശാരദാമ്മയും ശാരദാമ്മയുടെ രുചികളുമൊക്കെ പഴഞ്ചനായി. ഇനിയിപ്പോ കുടുംബശ്രീയുടെ കൈപുണ്യത്തിന്റെ കഥയൊന്നും ആരും പറയണ്ട. പൊട്ടക്കണത്തിലെ തവളയുടെ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. രാജാവാണെന്ന് സ്വയം വിചാരിക്കും, പക്ഷേ നമ്മളെക്കാൾ മിടുക്കന്മാരും മിടുക്കികളുമൊക്കെ ഉണ്ടെന്നറിയാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കണം എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും ഈ മത്സരം ശാരദയുടെ കണ്ണുകൾ തുറപ്പിക്കാൻ ഉതകി എന്നർത്ഥം. ഇതൊക്കെ കേട്ട് വിഷമിച്ചു നിൽക്കുകയാണ് ശ്യാമയും ശാരികയും. ശാരദാമ്മയുടെ അടുത്തേക്ക് ചെന്ന് ശാരദാമ്മയെ പിടിച്ച് ശാരിക പറയുകയാണ്, സോറി അമ്മേ, ഞങ്ങളോട് ക്ഷമിക്ക്. ഞങ്ങളല്ലേ അമ്മയെ നിർബന്ധിച്ച്. അന്നേരം ശാരദാമ്മ പറയണം, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആര് നിർബന്ധിച്ചാലും ഭാവിയിൽ ഇനി ഇങ്ങനത്തെ പൊട്ടബുദ്ധിയൊന്നും തോന്നാതിരിക്കാൻ അമ്മ ഒരു സാധനം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാണുമ്പോഴെങ്കിലും ഇന്നത്തെ ദിവസം മക്കൾക്ക് ഓർമ്മ വരണം. ശാലിനി, വണ്ടിയിൽ നിന്നും നീ അതിങ്ങെടുത്തേ എന്ന് പറഞ്ഞ് വണ്ടിയിലേക്ക് അടുത്തേക്ക് പോവുകയാണ് ശാലിനി. അന്നേരം ശാലിനി ഓട്ടോയിൽ നിന്നും ട്രോഫി എടുത്ത് ഉയർത്തി കാണിക്കുകയാണ്. അന്നേരം ശാരിക ചോദിക്കുകയാണ്, എന്താ അമ്മ ഇത്, പിത്തള ചിമ്മിനി വിളക്കോ? ശാലിനി പറയുകയാണ്, വെറും ചിമ്മിനി വിളക്ക് അല്ല, ബ്ലൂ ഡയമണ്ട് ക്ലബിന്റെ കുക്കിംഗ് കോമ്പറ്റീഷനിൽ 1ാം സ്ഥാനം നേടിയ കുടുംബശ്രീ ശാരദയ്ക്കുള്ള ട്രോഫി. അതിനുശേഷം ചെക്ക് കാട്ടിയിട്ട് ശാലിനി പറയുകയാണ്, ഇത് പ്രൈസ് മണിയായ 11,11,111 രൂപയുടെ ചെക്ക്. ഇതെല്ലാം കണ്ട് വളരെയധികം സന്തോഷിക്കുകയാണ് ശാരികയും ശ്യാമയും. ശാരികയും ശ്യാമയും ചേർത്ത് പിടിച്ച് ശാരദാമ്മ പറയുകയാണ്, ശാരദാമ്മയും മക്കളെയും ദൈവം തോൽപ്പിച്ചില്ല. ഇനി രാജേശ്വരിയുടെ മുൻപിൽ ശാരദാമ്മയ്ക്കും മക്കൾക്കും തലകുനിച്ച് നിൽക്കേണ്ട. നമ്മൾ ജയിച്ചു ഈ മത്സരം. ശാരിക പറയുകയാണ്, നോക്കിക്കോ, അമ്മയോട് മിണ്ടില്ല ഞാൻ, പിണക്കമാണ്. നമ്മളെ ഇത്രയും ടെൻഷൻ ആക്കിയില്ലേ, ആദ്യ പിടിച്ച് ഞങ്ങൾ ചത്തില്ലാന്നേ ഉള്ളൂ. ശാരദാമ്മ പറയുകയാണ്, പിണങ്ങുന്നുണ്ടെങ്കിൽ നീ നിന്റെ അനിയത്തിയോട് പിണങ്ങിയാൽ മതി, അവളുടെ ആവശ്യമാണ് ഇത്. ശാരിക പറയുകയാണ്, കള്ളി, അല്ലെങ്കിലും ഇവളൊരു കാഞ്ഞ ബുദ്ധിക്കാരിയാണ്. ശ്യാമ പറയുകയാണ്, എന്നാലും ഇത് വല്ലാത്തൊരു പരീക്ഷണം ആയിപ്പോയി ചേച്ചി. കാഞ്ഞതായാലും കീഞ്ഞതായാലും മത്സരത്തിൽ ജയിച്ചു എന്ന് നേരെ വന്നങ്ങ് പറഞ്ഞിരുന്നുവെങ്കിൽ രണ്ടുപേർക്കും ഇത്രയും സന്തോഷം ഉണ്ടാകുമായിരുന്നോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. ശ്യാമ പറയുകയാണ്, അത് ശരിയാണ്, ഗുഡ് പോയിന്റ്. വാ മക്കളെ, അകത്തേക്ക് പോകാം, ചിലരോടും കൂടി നന്ദി പറയാൻ ബാക്കിയുണ്ട്. അതിനുശേഷം അവർ പൂജാമുറിയിലേക്ക് പോവുകയാണ്. ദൈവങ്ങളുടെ പടത്തിന് മുൻപിൽ ട്രോഫിയും ചെക്കും വയ്ക്കുന്നു. അതിനുശേഷം തൊഴുതു പ്രാർത്ഥിക്കുകയാണ് ശാരദാമ്മയും മക്കളും. എന്റെ ദൈവങ്ങളെ, ഇതിനു പകരം തരാൻ ഈ ജീവിതം മാത്രമേയുള്ളൂ ഇനി ശാരദയ്ക്ക് ബാക്കി. ഞങ്ങളെ രക്ഷിച്ച് അനുഗ്രഹിക്കണേ. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അവിടെ പ്രീതിയോട് സംസാരിക്കുകയാണ് സുസ്മിത. സുസ്മിത പറയുകയാണ്, ആന്റി ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ എനിക്ക് ജയിക്കാമായിരുന്നു പ്രീതി. എനിക്ക് മാർക്ക് കൂടുതലിട്ടാൽ എന്തായിരുന്നു കുഴപ്പം? ആന്റി ഒരൊറ്റ ആളല്ലേ ജഡ്ജായിട്ടുണ്ടായിരുന്നുള്ളൂ, ആരായിപ്പോ ചോദ്യം ചെയ്യാൻ? ജഡ്ജിന്റെ തീരുമാനം അന്തിമമായിരിക്കുമെന്ന് മത്സര നിയമങ്ങളിൽ ഉള്ളതല്ലേ. പ്രീതി പറയുകയാണ്, സോറി, അമ്മ അങ്ങനെ ചെയ്യില്ല സുസ്മിതേ.
അതുകൊണ്ടല്ലേ അമ്മയെ തന്നെ ജഡ്ജായി കിട്ടാൽ അവരിവിടെ വന്ന് ഇത്രയും താല്പര്യം കാണിച്ചത്. സുസ്മിത പറയുകയാണ്, അല്ലേൽ ഇങ്ങനെയുണ്ടോ സത്യവും നീതിയും ഒക്കെ? എന്റെ അമ്മയെങ്ങാനും ആകണമായിരുന്നു ആദ്യ റൗണ്ടിൽ തന്നെ എല്ലാവരെയും പുറത്താക്കിയിട്ട് എനിക്ക് തന്നെ തന്നേനെ. അന്നേരം മുകളിലേക്ക് കയറി വന്ന വിഷ്ണു ഈ സംസാരം കേൾക്കുകയാണ്. വിഷ്ണു ചോദിക്കുകയാണ്, അല്ല ആരാ ഇത്, സുസ്മിതയോ? ഗുഡ് ഈവനിങ്, എന്തൊക്കെയുണ്ട്, സൗഖ്യമായിരിക്കുക? വിഷ്ണുവിന്റെ ഈ സന്തോഷമുള്ള സംസാരം കേട്ട് സുസ്മിത പറയുകയാണ്, ഈശ്വര എനിക്കിനി ഒന്നും വേണ്ട, ഈ സംസാരം കേട്ടല്ലോ അത് മതി. വിഷ്ണുവേട്ടനൊന്ന് ചിരിച്ച് വിശേഷം ചോദിച്ചല്ലോ, അത് തന്നെ വലിയ സന്തോഷം. വിഷ്ണു പറയുകയാണ്, ചിരിയും വിശേഷം ചോദിക്കലും ഒന്നും മാത്രമല്ല മധുരവുമുണ്ട്. നീ ഇങ്ങോട്ട് വന്ന് ഇതൊന്ന് കഴിച്ച് എന്ന് പറഞ്ഞ് കയ്യിലുള്ള പാക്കറ്റ് സുസ്മിതയ്ക്ക് നേരെ നീട്ടുകയാണ് വിഷ്ണു. അതിൽ നിന്നും ഒരു ലഡു എടുക്കുകയാണ് സുസ്മിത. വിഷ്ണു പറയുകയാണ്, ഇതും കൂടി കണ്ടാലേ എനിക്ക് മനസമാധാനം കിട്ടൂ. സുസ്മിത ചോദിക്കുകയാണ്, ഈശ്വര ഇതെന്താ ലോകാവസാനം ആണോ? വിഷ്ണുവേട്ടൻ എനിക്ക് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കൊണ്ടുവരുന്നു, ഇന്ന് വെളുത്ത കാക്ക മലന്ന് പറക്കും എന്ന് പറഞ്ഞ് ലഡു കഴിക്കുകയാണ് സുസ്മിത. വിഷ്ണു പറയുകയാണ്, അതെ അതെ എന്ന് പറഞ്ഞ് പ്രീതിയോടും പറയുകയാണ്, എടുക്കടി. പിന്നീട് സുസ്മിതയോട് ചോദിക്കുകയാണ്, ഇഷ്ടപ്പെട്ടോ? സുസ്മിത പറയുകയാണ്, ഇഷ്ടപ്പെട്ടു, സൂപ്പർ. വീണ്ടും ലഡു സുസ്മിത കഴിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, പിന്നെ സൂപ്പറാകാതെ, ഇത് കുടുംബശ്രീ ഹോട്ടലിലെ ലഡുവാണ് ശാരദാമ്മ ഉണ്ടാക്കിയത്. അന്നേരം ലഡു തുപ്പുകയാണ് സുസ്മിത. അത് കേട്ട് ചിരിക്കുകയാണ് പ്രീതി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.